മലയാളം ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ അധ്യായം, ഒരു ജാതി ഒരു മതം. ശീർഷകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പരിചിതമായ വാചകം, വചനം. ഒരു ജാതി ഒരു ദൈവം മനുഷ്യൻ, അല്ലെ? പണ്ട് കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിച്ചു കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്ത് മനുഷ്യരിലേക്ക് നന്മ പകരാനും അറിവ് നൽകാനും അവരെ നല്ല ദിശാബോധമുള്ളവരാക്കിയിട്ട് നേർവഴിക്ക് നടത്താനും കേരളത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഏറ്റവും മഹത്തായ വചനം, ഒരു ജാതി ഒരു മതം മനുഷ്യൻ. ആ ശീർഷകം ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഭാഗം രചിച്ച പ്രൊഫസർ MK സാനുവിനേക്കാൾ ഒരു പിടി മുകളിലേക്ക് നമ്മൾ അദ്ദേഹത്തെ ഓർത്തു പോകും. കാരണം അദ്ദേഹത്തിന്റെ മഹത് വചനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗം പോകുന്നത്. അതിനാൽ തന്നെ പറയട്ടെ, ഇതൊരു ജീവചരിത്ര ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ഭാഗമാണ്. ആരുടെ ജീവചരിത്രം? അല്ലെങ്കിൽ എന്താണ് ജീവചരിത്രം? മലയാള സാഹിത്യശാഖയില് ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ജീവചരിത്രവും ആത്മകഥയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളെ ഉൾപ്പെടുത്തി രചിച്ച രചനകളെ ജീവചരിത്രമെന്നും, ഇതേ കാര്യത്തെ തന്നെ സ്വയം എഴുതിയാൽ അതിനെ ആത്മകഥ എന്നുമാണ് പറയാറ്. ഇവിടെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് വരുന്ന വ്യക്തി ശ്രീനാരായണ ഗുരു. ആരാണ് ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഒരു സന്യാസിയാണ്, നല്ലൊരു മനുഷ്യനാണ്. പല ഉത്തരങ്ങളും കേൾക്കാറുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന പേരിന് നമുക്ക് നൽകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വാക്ക്, അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ശൈശവിവാഹം, സതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ പെരുകിയിരുന്ന ഒരു കാലത്ത് കേരളം എന്ന ആ ഒരു സാഹചര്യത്തെ മാറ്റിക്കൊണ്ടുവരാനായിട്ട്, നവ ഉത്ഥാനം അതിലേക്ക് നയിക്കുവാനായിട്ട് സാധിച്ച മഹത് വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ അത്തരത്തിൽ ഒരുപാട് പേരുകൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഉദാഹരണത്തിന് ചട്ടമ്പി സ്വാമികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദ സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇങ്ങനെ നീണ്ടുപോകുന്നു ആ ഒരു നിര. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പണ്ട് കഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു. ചില പുസ്തകങ്ങളിൽ വായിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അറിയുമ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകുന്നു, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണോ ഇങ്ങനെയൊക്കെ നടന്നിരുന്നത്? അല്ലെ? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ശൈശവ വിവാഹവും നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അത്രത്തോളം പ്രയാസങ്ങൾ
അനുഭവിച്ച ഒരു ജനതയുടെ കാലഘട്ടത്തിൽ പ്രകാശമായിട്ട് ജ്വലിച്ച വ്യക്തിയാണ്, അറിവ് പകർന്നു നൽകിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് ഒരു ജാതി ഒരു മതം. പ്രൊഫസർ MK സാനു തയ്യാറാക്കിയിട്ടുള്ള ജീവചരിത്ര വിഭാഗത്തിൽ പെടാവുന്ന രചന. നമുക്ക് എല്ലാ തവണത്തെയും പോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ കുറിച്ചു വെച്ച് അവസാനത്തിലേക്ക് ചോദിക്കാനും പിന്നീട് വ്യക്തിഗതമായിട്ട് വിളിച്ചോ മെസ്സേജ് അയച്ചോ ചോദിക്കാനും ശ്രദ്ധിക്കുക. ഒരു വലിയ പാഠഭാഗമായതുകൊണ്ട് എല്ലാ പദങ്ങളും എല്ലാ വാക്യങ്ങളും ഒരുപോലെ ആവർത്തിച്ചു പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ ഓരോ ഖണ്ഡികകളായിട്ട് നമ്മൾ നൽകിയിരിക്കുന്നു. ആ ഖണ്ഡികകൾ പൂർണ്ണമായ അർത്ഥം പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിനാൽ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറിച്ച് വെക്കുക, ചോദിക്കുക. ഓക്കെ, അപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. എല്ലാവർക്കും വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ജാതി ഒരു മതം. പ്രൊഫസർ MK സാനു. നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തെക്കാൾ ഉപരി ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തിയെയാണ് ആദ്യമായിട്ട് നൽകാനായിട്ട് എനിക്ക് പോലും തോന്നിയത്. കാരണം അദ്ദേഹത്തിന്റെ വചനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പാഠഭാഗം മുൻപോട്ട് പോകുന്നത്. ആരാണ് ശ്രീനാരായണ ഗുരു? ഒരു വിശദീകരണം നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. ആരാണ്? ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള തത്വചിന്തകൻ, ഹൈന്ദവ സന്യാസി, കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, എല്ലാം ഒരു മനുഷ്യൻ മാത്രം, അവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന അവരന് സുഖത്തിനായി വരയണം എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അതുപോലെ എല്ലാം ഒരു മനുഷ്യൻ മാത്രം, അവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവന് അവരന് സുഖത്തിനായി വരയണം. അതായത് ഒരു വ്യക്തി അവൻ ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നത് മറ്റുള്ള അപരന്, അതായത് മറ്റുള്ളവർക്ക് പോലും എന്ത് ചെയ്യണം? സുഖമായിട്ട് വരണം. നമ്മളെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ, അപരന് മീൻസ് അന്യന് പോലും അത് എന്തുണ്ടാക്കാൻ പാടില്ല? പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അവനും അത് സംതൃപ്തമായ അവസ്ഥയിലായിരിക്കണം. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടുകൂടായ്മ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തിന്മകൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തി, ജാതി വ്യവസ്ഥ ചോദ്യം ചെയ്ത വ്യക്തി, വിവേകം താനേ വരില്ല, യത്നിക്കാൻ ധാരാളം വായിക്കണം എന്ന് പഠിപ്പിച്ച ഗുരു, മടിയന്മാരായാൽ നീതിക്ക് നിരക്കാത്തത് ചെയ്യുമെന്ന് പറഞ്ഞ വ്യക്തി, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുൾപ്പെടെ ദൈവാരാധന നടത്തുവാനായി ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് രീതിയിൽ ഒരുപാട് ആളുകളിൽ വെളിച്ചമെത്തിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റൊരു മഹത് വ്യക്തിയുടെ പേര് എനിക്കിവിടെ ഓർമ്മ വരുന്നു. ഒരു കവിയാണ്, ആധുനിക കവിത്രത്തിൽ ഉൾപ്പെട്ട കുമാരനാശാൻ. കുമാരനാശാൻ എന്ന വ്യക്തിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് ശ്രീനാരായണ ഗുരു. കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്, തന്നിലെ കവിത്വം ആദ്യമായിട്ട് തൊട്ടറിഞ്ഞത് ഗുരുവായിരുന്നു.
പഠനത്തിനായി അദ്ദേഹത്തെ തയ്യാറാക്കുകയും പിന്നീട് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. പിന്നീട് കുമാരനാശാനായി. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ പ്രേരണയാൽ അദ്ദേഹം 1903 ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അദ്ദേഹത്തിന്റെ ആപ്തവാക്യമാണ് നമ്മുടെ പാഠഭാഗത്തിന് ശീർഷകമായി പോലും വന്നിരിക്കുന്നത്. ജാതിയില്ലാ വിളംബരത്തിലൂടെ താൻ ഒരു ജാതിയുടെയും മതത്തിന്റെയും വക്താവായ ആളല്ലെന്നും താൻ ജാതിയും മതവും സംവത്സരങ്ങൾ കഴിഞ്ഞുവെന്നും ഗുരു വ്യക്തമാക്കിയതായും ഇവിടെ കാണിക്കുന്നു. 1928 സമാധിയാവുന്നത്. ഇതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാം. രണ്ടാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജീവചരിത്രം നേരത്തെ സൂചിപ്പിച്ചതാണ്. ഒരാളുടെ ജീവിതകാലത്തെ സംഭവങ്ങൾ അടങ്ങുന്ന പുസ്തകം, ഉപന്യാസം, ചലച്ചിത്രം ഇവയിൽ ഏതെങ്കിലും രൂപത്തിൽ പുറത്തിറക്കുന്ന ഒന്നിനെയാണ് ജീവചരിത്രം എന്ന് പറയുന്നത്. ഇത് ചെറിയ തോതിലുള്ള ഒരു വിശദീകരണമല്ല. ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടുത്തി എഴുതുന്നു. പക്ഷെ എന്നാൽ മറ്റുള്ള രചനകളിലെ പോലെ കെട്ടുകഥകളോ കൽപ്പിത കഥാപാത്രങ്ങളോ ഉണ്ടായിരിക്കില്ല. സത്യമായി അത് എത്രത്തോളം ഉണ്ടെന്നറിയില്ല, എന്നാലും നമ്മുടെ രീതി പറയുന്നത് ഇങ്ങനെയാണ്. സത്യമായി കെട്ടുകഥകളില്ലാതെ മറ്റ് സാങ്കല്പിക കഥാപാത്രങ്ങളില്ലാതെ എഴുതുന്നു. ഒരാൾ സ്വന്തം ജീവചരിത്രം എഴുതിയാൽ അതിനെ എന്ത് വിളിക്കും? ആത്മകഥ എന്നായിരിക്കും പറയുക. ജീവചരിത്രം ചരിത്രത്തോട് ഗാഢമായ ബന്ധം പുലർത്തുന്നുണ്ട്. കാരണം പല ജീവചരിത്രങ്ങളും ആത്മകഥകളും നമുക്ക് ഒരുപാട് പ്രചോദനമാവുന്ന രചനകളായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ പെട്ടെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, എല്ലാവരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആ 2 പുസ്തകങ്ങളാണ്. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന, നമ്മളെല്ലാവരും സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ. മറ്റൊന്ന് ഭാരതത്തിന്റെ പിതാവെന്നറിയപ്പെട്ട മഹാത്മാഗാന്ധി തയ്യാറാക്കിയ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അപ്പൊ ജീവചരിത്രം. ഇനി ജീവചരിത്രം എഴുതിയ വ്യക്തി നേരത്തെ സൂചിപ്പിച്ചു, പ്രൊഫസർ MK സാനു. അദ്ദേഹത്തിന്റെ ചിത്രവും വിവരങ്ങളും ഒരു ചെറിയ ജീവചരിത്ര കുറിപ്പായിട്ട് നമുക്കിവിടെ കാണാം. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ ജനനം. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം അകാലത്തിൽ മരിച്ച അച്ഛന്റെ മരണത്തോടുകൂടി ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെ നിഴലായി. പിന്നീട് 4 വർഷത്തോളം സ്കൂൾ അധ്യാപകൻ, പിന്നീട് ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപകൻ. 1958 5 ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് 1983 വിരമിക്കുന്നു. എല്ലാ കാര്യങ്ങളും അതിലുണ്ടോന്ന് വായിച്ചു നോക്കുക എല്ലാവരും. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചു. 1987 വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ ശാഖകളിലായി 40ഓളം കൃതികൾ. അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ആത്മകഥയുടെ പേരാണ് കർമ്മഗതി. പാഠഭാഗത്തിലേക്ക് കടക്കാം. അദ്ദേഹം നാരായണ ഗുരുസ്വാമിയുടെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഘട്ടം 1918 ശേഷമാണ്
എന്നാണ് പൊതുവിൽ പറയുന്നത്. കാരണം വാർദ്ധക്യ കാലത്ത് അദ്ദേഹം നിരന്തരമായി സഞ്ചരിക്കുകയോ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനോ മുഴുകാനോ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എങ്കിലും വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹം കേരളത്തിന്റെ ശോഭനമായ ഭാവി മുന്നിൽ കണ്ട് കേരളത്തെ മുഴുവൻ ഉന്നമിപ്പിക്കാൻ കെൽപ്പുള്ള ദിവ്യപുരുഷൻ തന്നെയാണ് അദ്ദേഹം എന്നുള്ള വിശ്വാസം ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ദൃഢവും വ്യാപകവുമായി തീർന്നു. അതിന്റെ കാരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ അധികവും ലളിതമായി സൂത്രവാക്യങ്ങളായി അദ്ദേഹം വിളംബരം ചെയ്യുന്നത് ഈ കാലത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, കാര്യങ്ങൾ പറഞ്ഞ് ആളുകളിലേക്ക് എത്തുന്നത് വളരെയധികം പ്രയാസമാണ്. അപ്പോൾ അന്നത്തെ ജനത അധികം വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഇല്ലാത്ത ആളുകളിലേക്ക് അദ്ദേഹത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ ലളിതമാക്കി, അല്ലെ, വലിയ തോതിലല്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമാക്കി ചെറിയ ചെറിയ സൂത്രവാക്യങ്ങളാക്കി ആളുകളിലേക്ക് വിളംബരം ചെയ്യുന്ന കാലഘട്ടമാണ് 1918 ശേഷം എന്നിവിടെ സൂചിപ്പിക്കുന്നത് കാണാം. എന്നാൽ ഇവയെല്ലാം തന്നെ മുൻപ് പ്രഖ്യാപിച്ചത് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഉരുവിടാവുന്ന പ്രമാണവാക്യങ്ങളുടെ രൂപം നൽകി വിളംബരം ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. ഒന്ന് ലഘുവാക്കി എല്ലാവർക്കും ഒരുപോലെ ഉരുവിടാൻ പറ്റുന്ന, മനസ്സിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് ആ വാക്യങ്ങളെ മാറ്റി നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. 1920 തിരുനാളാഘോഷ വേളയിൽ 2 സന്ദേശങ്ങൾ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഒന്ന് നിത്യജീവിതത്തെയും രണ്ടാമത്തത് എക്കാല ജീവിതത്തെയും ബാധിക്കുന്ന 2 സന്ദേശം. ഒന്നാമത്തേത് നോക്കൂ. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് അടിമപ്പെട്ടു പോകുന്ന, മദ്യത്തിന് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും ആളുകളെ മുക്തരാക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നിട്ട് വിളംബരം ചെയ്ത വാക്യങ്ങളാണ്. ആദ്യത്തെ വാക്യമാണ് ഏറ്റവും പ്രധാനം. മദ്യം വിഷമാണ്, അത് വിഷമാണെന്ന് തിരിച്ചറിയ വേണ്ടത്. പലരും പറയാറുണ്ട്, ഞാൻ കുടിക്കുന്നില്ല, ഞാനത് നിർമ്മിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനത് വിൽക്കുന്നേ ഉള്ളൂ. മറ്റൊരാള്, ഞാൻ കുടിക്കുന്നുണ്ട്, അത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ബാക്കിയുള്ളവരെയും കുടിക്കാൻ നിർബന്ധിക്കുന്നില്ല, വിൽക്കുന്നില്ല, അല്ലേ, ആരോ കൊണ്ടുവച്ചത് ഞാൻ വാങ്ങുന്നു, കുടിക്കുന്നു, അതെന്റെ ഇഷ്ടം. പക്ഷേ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കുന്നത് തെറ്റാണ്, അത് മറ്റൊരാൾക്ക് നൽകുന്നത് തെറ്റാണ്, സ്വയം അത് കുടിക്കുന്നത് തെറ്റാണ്. ഏത് രീതിയിലും മദ്യം എന്നത് ഒരു വലിയ വിപത്താണ്, വിഷമാണെന്നുള്ള സന്ദേശം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു. അതായത് മദ്യം മാത്രമല്ല, ലഹരി, മനസ്സിനെ ലഹരി പിടിപ്പിക്കുന്ന മനോഭാവങ്ങളെ കൂടി ആ വാക്യത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ലഹരി എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് മദ്യം. പലർക്കും മറ്റു പലതുമാണ് ലഹരി. ചൂതാട്ടം അതിലൊന്നാണ്, അല്ലേ? ചൂതാട്ടമാവാം, മത അന്ധത, മതത്തോടുള്ള അമിതമായിട്ടുള്ള അന്ധതയാവാം, സ്ത്രീ വിഷയങ്ങളാവാം,
ഇങ്ങനെ തുടങ്ങിയിട്ട് ലഹരി പിടിപ്പിക്കുന്ന എന്തും വിഷമയമാണ്, വിഷമാണ്. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടണം എന്നുള്ള ആഹ്വാനം ആ ഒരു കാലത്താണ് അദ്ദേഹം നടത്തുന്നത്. അന്നത്തെ കാലത്ത് തന്നെ ഗുരുവായിട്ട് അംഗീകരിച്ച് ആരാധിച്ചിരുന്ന ഒരു സമുദായത്തിന്റെ കുലക്രമാഗതമായിട്ടുള്ള കർമ്മങ്ങളിൽ ഒന്നായിരുന്നു സത്യം പറഞ്ഞ കള്ളുണ്ടാക്കലും കള്ളുവിൽപ്പനയും. കാരണം അതിലുള്ള അമിതമായ താല്പര്യം ആ സമുദായത്തിന്റെ അധപതനത്തിലുള്ള പല കാരണങ്ങളിൽ ഒന്നുമായിരുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് കുലക്രമാനുഗതമായ ദിശൽ കുലം, അല്ലെ, വിഭാഗം, ജാതി, വർഗം, അവരുടെ കുലത്തൊഴിൽ എന്ന് പറയില്ലേ, ക്രമമായി വരുന്ന അവരുടെ കുലത്തിന്റെ തൊഴിലായിരുന്നു കള്ളുണ്ടാക്കലും കള്ളുവിൽപ്പനയും. ഇന്നത്തെ പോലെയല്ല പണ്ട് തൊഴില്. പോലീസുകാരന്റെ മകൻ പോലീസുകാരൻ, കർഷകന്റെ മകൻ കർഷകൻ, വക്കീലിന്റെ മകൻ വക്കീൽ, തെങ്ങ് കയറ്റക്കാരന്റെ മകൻ തെങ്ങ് കയറ്റക്കാരൻ, വിറക് വെട്ടുകാരന്റെ മകൻ വിറക് വെട്ടുകാരൻ, കള്ള് ചെത്തുന്നവന്റെ മകൻ കള്ളു ചെത്തുകാരൻ, കള്ള് വിൽക്കുന്ന ആളുടെ മകൻ കള്ളു വിൽപ്പന. ഇങ്ങനെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് ഒരുപാട് മാറി. ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും നമ്മൾ പറഞ്ഞ താഴേക്കടയിലുള്ള ആളുകൾ വരെ വലിയ ഉയർന്ന നിലയിലേക്ക് പഠിച്ചു നേടാനുള്ള രീതിയിലേക്ക് നമ്മളുടെ ലോകം മാറിയിട്ടുണ്ട്. ഒരു സമുദായത്തിന്റെ കുലക്രമാഗതമായ, അതായത് അവരുടെ കുലത്തിന്റെ ക്രമമായി വരുന്ന ഒരു ജോലിയായിരുന്നു ഈ കള്ളുണ്ടാക്കലും വിൽക്കലും ഒക്കെ. പക്ഷേ അതിനോടുള്ള അമിതമായ താല്പര്യം, അല്ലെ, അതായത് മദ്യം എന്ന് പറയുന്നത് ഒരു നാടിനെ നശിപ്പിക്കുകയും എന്നാൽ അതിലുപരി ഒരു നാടിന്റെ ഏറ്റവും വലിയ വരുമാനമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണസമ്പാദനത്തിന് വേണ്ടി അമിതമായ താല്പര്യം ആ സമുദായത്തിന്റെ തന്നെ അധപ്പതനത്തിന്, അല്ലെ, ഏറ്റവും നല്ല നാശത്തിനുള്ള പല കാരണങ്ങളിൽ ഒന്നുമായിരുന്നു. ആ സമയത്ത് ആ സാഹചര്യത്തിന് നേർക്കുള്ള ഒരു പ്രതികരണമാണ് ഈ പറയുന്ന സന്ദേശം. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ പ്രഖ്യാപനത്തെ കുറിച്ച് ഒന്ന് പരിശോധിക്കുമ്പോൾ ആചാര മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ ഇവയ്ക്ക് പ്രസക്തി മാനസിക മേഖലയിൽ ഉള്ളതായിട്ട് നമുക്ക് ചിലപ്പോ തോന്നാം. മനസ്സിനെ മത്ത് പിടിപ്പിക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന മനോഭാവങ്ങളെ കുറിച്ച്. ആ മനോഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മതാന്ധത. മതത്തോടുള്ള, മതത്തിന് ഇഷ്ടപ്പെട്ടുള്ളൂ, കുഴപ്പമില്ല, പക്ഷെ മതത്തെ കുറിച്ചുള്ള അന്ധത എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ തെറ്റായുള്ള, മതത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ധാരണയാണ്. നമ്മളെ മതത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ, നമ്മളെ മതം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള തെറ്റായ ധാരണ ഈ പറയുന്ന ഏറ്റവും വലിയ ലഹരിയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷവുമായിട്ട് പലപ്പോഴും നിൽക്കും. അതിനുദാഹരണമായിട്ട് അദ്ദേഹം നൽകുന്ന ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന കുമാരനാശാന്റെ കവിതയിലെ 2 വരികൾ നോക്കുക. ജാതി മതിരാന്തരടിച്ചു തമ്മിൽ അന്തപ്പെടും തനയരെന്തിനയെ സ്വരാജ്യം. ജാതി മതിരാന്തരടിച്ച്, അല്ലേ, ജാതിയുടെ ഇത്തരത്തിൽ ജാതിയുടെ അന്ധമായിട്ടുള്ള വിശ്വാസത്താൽ, അഹങ്കാരത്താൽ തമ്മിൽ അടിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളെ ഓർത്ത് അദ്ദേഹം പറയാണ്, അങ്ങനെ തമ്മിലടിച്ച് നിൽക്കുന്ന ആളുകൾക്ക്, തനയർക്ക്, തനയർ മീൻസ് പുത്രൻ, അവർക്ക് എന്തിനാണ് സ്വരാജ്യം? ജാതിയുടെ പേരിൽ അഹങ്കരിച്ച് അമിതമായ അന്ധവിശ്വാസത്തിൽ തമ്മിലടിച്ച് നിൽക്കുന്ന പുത്രന്മാർക്ക്, ആ മക്കൾക്ക്
പുത്രന്മാർ മക്കൾക്ക്, ആളുകൾക്ക് എന്തിനാണ് സ്വരാജ്യം? സ്വരാജ്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, സ്വർഗരാജ്യം, ജീവിതം എന്താ അവർക്ക് ഉള്ളതല്ല. അവർക്കുള്ളതല്ല എന്ത്? ഈ പറയുന്നതൊന്നും. ജാതിയെക്കുറിച്ച് അന്ധമായ വിശ്വാസത്തിൽ തമ്മിലടിച്ച് നടക്കുന്ന, അഹങ്കരിച്ച് നടക്കുന്ന ആർക്കുമുള്ളതല്ല സ്വരാജ്യം. ഇത് കുമാരനാശാന്റെ ചോദ്യമാണേ. അത്തരത്തിലുള്ള സങ്കുചിത ബുദ്ധിയുടെ ആവിർഭാവത്തെ തടയാനും അത് സൃഷ്ടിക്കുന്ന ഭ്രാന്തിൽ അകപ്പെടാതിരിക്കാനും ജാഗ്രത പുലർത്താനും ഈ സന്ദേശം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. അല്ലെ? അപ്പൊ ഇതിനെക്കുറിച്ചുള്ള സങ്കുചിത ബുദ്ധി, എന്ത് സങ്കുചിത ബുദ്ധി? ഇടുങ്ങിയ, നമുക്ക് അത്രത്തോളം ചിന്തിക്കാനുള്ളില്ല. സങ്കുചിതം, ഇടുങ്ങിയ ബുദ്ധി. നമ്മൾ അത്തരത്തിലുള്ള ബുദ്ധി, ചെറിയ ഇടുങ്ങിയ ബുദ്ധി സൃഷ്ടിക്കുന്ന ഭ്രാന്ത്, അല്ലെ? മതം ഭ്രാന്തായിട്ട് കൊണ്ട് നടക്കുന്ന, തെറ്റായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ഇതുണ്ട്, ആളുകളുണ്ട്. അതില് വലിയ ഇതാണ്. അത് ഒരിക്കലും നശിക്കില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിനെയും അല്ലെങ്കിൽ നമ്മുടെ മനസമാധാനത്തിനെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അതിന്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും സ്വരാജ്യം ലഭ്യമാകില്ല എന്നുള്ള ഒരു ഉത്ബോധനമാണ് നമുക്ക് നൽകുന്നത്. അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളിലേക്ക് ബോധം നയിക്കുകയാണ്. ഉത്ബോധനം നമ്മളിലേക്ക് എത്തിക്കാനാണ് കവി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത് പ്രസിദ്ധിപ്പെടുത്തിയ സന്ദേശം മനുഷ്യത്വത്തിന്റെ എല്ലാ രീതിയിലുമുള്ള ഒരു പ്രഖ്യാപനമായത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അദ്ദേഹം രചിച്ച ജാതി നിർണയം എന്ന് പറയുന്ന പദ്യത്തിലെ ആദ്യ വരിയാണ് ഈ പറയുന്നത്. അതിലെ ബാക്കി ഭാഗം അടിയിൽ നൽകിയിരിക്കുന്നു, കാണാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരു ആകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും, പറയൻ താനുമെന്തുള്ള അന്തരം നരജാതിയിൽ. പറച്ചിയിൽ നിന്നു പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യകയിൽ. കൈവർത്ത കന്യയിൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരു ആകാരവും ഒരു ഭേദവും ഇല്ലതിൽ. എല്ലാവരും ജനിക്കുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ്. ഒരു വ്യത്യാസവും ഇല്ല അതിന്, അല്ലേ? മനുഷ്യൻ എല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നത്. ഓരോ രൂപമാണ് അവർക്ക്. ഇതിലൊരു വ്യത്യാസവും സത്യം പറഞ്ഞ ഗുരു കാണുന്നില്ല. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താ? പുരുഷൻ, സ്ത്രീ. ബാക്കി എല്ലാവരും തുല്യരാണ്. ഈ വരി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ലോകത്തിൽ ജനിച്ചവരെല്ലാം ഏകോദര സോദരരാണ് എന്ന കഥ നമ്മളെ പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. പറയിപെറ്റ പന്തിരുകുലം. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഒന്ന് ഓർപ്പിക്കാം. പഞ്ചമി എന്ന പറയിക്കും വരരുചി എന്ന ബ്രാഹ്മണനും ജനിച്ച 12 മക്കളെ ഉപേക്ഷിക്കുന്ന കഥ. തങ്ങൾ ഉപേക്ഷിച്ച മക്കൾ 12 വ്യത്യസ്ത കുലങ്ങളിൽ ജീവിക്കപ്പെടുന്നു. അതിൽ നാറാണത്ത് ഭ്രാന്തൻ, പെരുന്തച്ഛൻ, പിന്നെന്തായിരുന്നു, വള്ളോൻ, കാരക്കലമ്മ, വായില്ലാ കുന്നിലപ്പൻ, അഗ്നിഹോത്രി, ഉപ്പുകൊച്ചൻ, ഇങ്ങനെ തുടങ്ങി നാറാണത്ത് ഭ്രാന്തൻ, അങ്ങനെ 12 പേര്. അവരെല്ലാവരും ജീവിച്ചത് വ്യത്യസ്ത കുലങ്ങളിലാണ്. ഒരേ അച്ഛനും ഒരേ അമ്മയ്ക്കും ജനിച്ച അവർ ജീവിച്ചത്
മുക്കുവനായിട്ട്, ആശാരിയായിട്ട്, ഭ്രാന്തനായിട്ട്, പറയനായിട്ട്, പുലയനായിട്ട്, ബ്രാഹ്മണനായിട്ട്, തമ്പുരാട്ടിയായിട്ട്, ഇങ്ങനെ പല വ്യത്യസ്ത കുലങ്ങളിലാണ് ജീവിച്ചത്. അപ്പൊ ആ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തല്ലേ? ലോകത്തുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നല്ലേ? ജാതി മതമൊക്കെ ആരാ ഉണ്ടാക്കുന്നേ? നമ്മളാണ്, അല്ലേ? പണ്ടൊരു ഇതില് സിനിമ പാട്ടിൽ പറഞ്ഞു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, അല്ലേ? മനുഷ്യരും മതങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. അപ്പൊ മനുഷ്യനാണ് മതങ്ങളെയും ജാതിയും ഒക്കെ സൃഷ്ടിക്കുന്നത്. നമുക്കൊരൊറ്റ ജാതിയേ ഉള്ളൂ, ആ ജാതിയുടെ പേരാണ് മനുഷ്യൻ. പണ്ടത്തെ കാലത്തെ കുറിച്ച് നമ്മൾ ഇത്രത്തോളം ഇതാക്കുന്നതിന്റെ കാരണം, ഒരിക്കൽ ഒരിക്കൽ ശ്രീനാരായണ ഗുരു ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്തൊരു കഥയുണ്ട്. തീവണ്ടിയിൽ യാത്ര ചെയ്യേ അടുത്തിരുന്ന ആ ഒരാൾ അദ്ദേഹത്തിന്റെ തേജസ് കണ്ട് കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? ഉടൻ തന്നെ പേര് പറഞ്ഞു, നാരായണൻ. അതുകൊണ്ടും അയാൾക്ക് തൃപ്തി പോരായിരുന്നു. അദ്ദേഹം രണ്ടാമത് ചോദിച്ചു, ജാതിയിൽ ആരാണ്? നേരെ ഗുരുവിന്റെ മറുപടി, കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ജാതിയിൽ എന്തിരിക്കും? അന്നത്തെ കാലത്ത് അത്രത്തോളം തേജസ്സുള്ള അദ്ദേഹത്തോട് പോലും ജാതി ചോദിക്കുന്ന അവസ്ഥയിലായിരുന്നു ജനങ്ങളുടെ ചിന്താഗതി. ഒരു ഹിന്ദി സിനിമയുണ്ട് PK. അതില് ഹോസ്പിറ്റലിൽ കയറിയിട്ട് കുട്ടികളെല്ലാവരെയും കിടത്തിരിക്കുന്ന റൂമിൽ കയറിയിട്ട് ഒരു കുട്ടിയെ ഉയർത്തിപ്പിടിച്ചിട്ട് നായകൻ ചോദിക്കുന്നുണ്ട്, ഇതിന്റെ സീൽ എവിടെയാണ്, ഏത് കമ്പനിയുടെയാണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാകും, എവിടെയാണത് സീല് വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു തൊട്ടിൽ മാറിയാൽ അല്ലേ, മാറിപ്പോകാവുന്ന ഇതാണല്ലോ. അപ്പോ എല്ലാവരും മനുഷ്യരാണ്. ജാതിയും മതവും ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അടുത്ത വരി, ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. എല്ലാവരും ഒരൊറ്റ ജാതിയാണ്. ഏത് ജാതി? നരജാതി, അല്ലേ? മനുഷ്യൻ എന്ന ജാതിയിലാണ് എല്ലാവരും ജനിച്ചത്. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും, പറയന്താനും എന്തുള്ള തന്തരം നരജാതിയിൽ. നരജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു വിപ്രനും. ആരെ വിപ്രൻ? ആരെ മനസ്സിലായോ? വിപ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, മനുഷ്യജാതിയിൽ ഏറ്റവും അല്ലെ ഉന്നതമായിട്ടുള്ള ആളാരെ വെച്ചാൽ അന്നും ഇന്നും പറയും ബ്രാഹ്മണന്മാർ. നമ്മളിങ്ങനെ ഓർഡർ കൊടുത്ത ബ്രാഹ്മണന്മാര്, നമ്പൂരിമാര്, വൈശ്യന്മാര്, ശൂദ്രന്മാര് പറഞ്ഞ അടിക്ക് ഇങ്ങനെ വരും, അല്ലേ? ഏറ്റവും ഉയർന്ന ജാതിയിൽ നമ്മൾ പറയുന്ന വിപ്രൻ, ബ്രാഹ്മണനും പറയനും ജനിച്ചത് ഒരൊറ്റ ജാതിയിലാണ്, നരജാതിയിൽ. പറയന്താനും എന്തുള്ളതന്തരം. നരജാതിയിൽ പിറന്ന വിപ്രനും പറയനും തമ്മിൽ എന്താണ് അന്തരമുള്ളത്? അന്തരം, അന്തരം, വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള വ്യത്യാസമുള്ളത്? പറച്ചിയിൽ നിന്ന് പണ്ട് പരാശരമുനി, പണ്ട് പറച്ചി, ഒരു താഴെ ജാതിയിലുള്ള പറച്ചിയിൽ നിന്നാണ് പണ്ട് പരാശര മഹാമുനി പിറന്നത്. അതുപോലെ തന്നെ മറസൂത്രിച്ച മുനി കൈവർത്ത കന്യകയിൽ. അതായത് അതിനൊന്നും വലിയ കാര്യമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കഥ പറഞ്ഞു തരിക. അതായത് വേദവ്യാസൻ കേട്ടിട്ടുണ്ടോ? വേദവ്യാസനെ കേട്ടിട്ടുണ്ടോ?
വേദവ്യാസനാണ് നമ്മുടെ ഇതിഹാസങ്ങളിൽ ഒന്നായിട്ടുള്ള മഹാഭാരതം രചിച്ചത്. വേദവ്യാസൻ എന്ന് പറയുന്ന ആ വ്യക്തി ജനിച്ചത് ഒരു മുക്കുവ സ്ത്രീക്കാണ്. പേര് സത്യവതി. പണ്ട് പരാശര മഹർഷിയോടൊത്ത് ഒരു തോണിയിൽ യാത്ര ചെയ്യവെയാണ് അവർ ഗർഭം ധരിച്ചത്. ഇനി അഥവാ ഈ പറഞ്ഞ വേദവ്യാസന്റെ അച്ഛനായിട്ടുള്ള പരാശര മഹർഷിയോ ഒരു പറച്ചിയിൽ നിന്നാണ് ജന്മം കൊണ്ടത്. അപ്പൊ പറച്ചിയിൽ നിന്ന് പരാശര മുനിയും മറസൂത്രിച്ച എന്ന് ഉദ്ദേശിച്ചത്, മറസൂത്രിച്ച മുനി എന്ന് പറയുന്നത് നമ്മുടെ വേദസൂത്രങ്ങൾ പഠിച്ച മഹർഷി എന്നർത്ഥം. അതായത് വേദവ്യാസൻ തന്നെ. കൈവർത്ത കന്യകയിൽ, കൈവർത്ത കന്യ എന്ന് പറഞ്ഞാൽ മുക്കുവ സ്ത്രീ എന്നർത്ഥം. അപ്പോ വളരെ പ്രശസ്തരായിട്ടുള്ള ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഈ പറയുന്ന മുനിമാര് ജനിച്ചത് പോലും ഒരു മുക്കുവ സ്ത്രീക്കും അതുപോലെ തന്നെ ഒരു പറച്ചിക്കുമാണ്. പിന്നെ എന്താണ് ഈ അന്തരമുള്ളത്? നമ്മളെല്ലാവരും ഒരു ജാതി, നരജാതി. അതിന്റെ അവസാന വരി ഇങ്ങനെയാണ്: ഇല്ല ജാതിയിൽ ഒന്നുണ്ടോ വല്ലതും ഭേദമാർക്കുകിൽ, ഇല്ല ജാതിയിൽ ഒന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ, ചൊല്ലേറും വ്യക്തിഭംഗത്തിലല്ലോ ഭേദമിരുന്നിടും. അവിടെ ആകെ ജാതിയെല്ലാം ഒന്നു തന്നെയാണ്, ഭേദം വ്യക്തിഭേദം മാത്രമാണ് ഉള്ളത് എന്നാ പറയുന്നത്. അതായത് വ്യക്തികൾക്ക് മാത്രമാണ് വ്യത്യാസം, ജാതിയിൽ അവിടെ വ്യത്യാസമില്ല. അതായത് ഇന്ന ജാതിയിൽ ജനിച്ചവരെല്ലാവരും നല്ല ആളുകൾ, ഇന്ന ജാതിയിൽ ജനിച്ചവരെല്ലാവരും മോശം ആളുകൾ, അങ്ങനെ ചിന്താഗതി ഉണ്ടോ? ഇല്ല. നല്ല വ്യക്തി എന്ന് പറയുന്നത് ഇന്ന ജാതിയിലും ഉണ്ടാവും, ആ ജാതിയിലുണ്ടാവും, എല്ലാ ജാതിയിലും ഉണ്ടാവും. മോശപ്പെട്ടവരോ? അതും ഉണ്ടാവും. ഇന്ന ജാതിയിലുള്ളവരെല്ലാവരും നല്ലവരാണ് എന്ന് നമുക്ക് അടക്കി പറയാനായിട്ട് സാധ്യമല്ല. അവിടെ വ്യക്തിഭംഗത്തിൽ മാത്രമാണ് എന്തുള്ളൂ, വ്യക്തിയിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളത്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം ഒന്നു തന്നെയാണ്, അല്ലെ? അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളുടെ ഓരോരോ മത ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് പല കഥകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. കഥ കേട്ട് അവരിങ്ങനെ ഇരിക്കും. ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ അവര് പറയും, ഒരു പുരാണ കഥയാണെന്നുണ്ടെങ്കിൽ ആ പുരാണ കഥ മുഴുവൻ അവർ കേട്ടിട്ട് പറയും, ആ ഇത് ഞങ്ങളാ മറ്റേ നബിയല്ലേ, ഞങ്ങളുടെ ഖുറാനിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതില് നബിയുടെ പേരാണ് ഇത്, ഞങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ട് എന്ന് പറയും. നമ്മള് പഠിക്കുന്ന, നമ്മള് അറിയുന്ന പുരാണ കഥകൾക്കെല്ലാം ഒരേ ഉദ്ദേശമാണുള്ളത്. കഥാപാത്രങ്ങളുടെ പേരുകൾ മാറിയാലും ചിലപ്പോൾ കഥ ഒന്നു തന്നെ, ഉദ്ദേശവും ഒന്നു തന്നെ. നദികൾ സമുദ്രത്തിൽ ചേർന്നാൽ അവിടെ പിന്നെ തിരക്കുഴിയെന്നും നടുക്കടലും എന്നുള്ള വ്യത്യാസമല്ല. ആറായാലും തോടായാലും കടലിൽ നിന്നുള്ള ചൊല്ലുണ്ട്. ആ കടലിൽ എത്തിച്ചേർന്നാൽ പിന്നെ അത് കടലാണ്, അതിന്റെ പേര് കടലാണ്. ആ തിരക്കുഴി എന്നോ നടുക്കടൽ എന്നുള്ള വ്യത്യാസം ഇല്ല. ജീവാത്മാക്കൾക്ക് ഊർധ്വമുഖത്വം നൽകുവാനുള്ള അധികാരം മാത്രമാണ് മതങ്ങൾക്കുള്ളൂ. അതായത് ഓരോരോ മതത്തിനുമുള്ള ഒരു അധികാര പരിധിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഊർധ്വമുഖത്വം, ആ ഒരു മതത്തിലേക്കുള്ള മുഖം ഉയർത്തിയ അവസ്ഥയിലേക്കുള്ള ആ ഒരു എന്തായാലും പറയാ, നമ്മൾ പറയില്ല ഒരു സ്റ്റാർട്ടിങ്, ആ ജീവാത്മാക്കൾക്കൊരു ഊർധ്വമുഖത്വം ഉണ്ടാക്കുവാനുള്ള അധികാരം, ഏതൊരു എന്താ പറയാ മുഖം ഉയർത്തിയ അവസ്ഥ എന്നാണ് ഊർധ്വമുഖത്വത്തിന് നൽകിയിരിക്കുന്ന പദം.
അല്ലെങ്കിൽ അർത്ഥം. അപ്പോ അതിന്റെ ഒരു ആരംഭം മാത്രമാണ് മതം നൽകേണ്ടതായിട്ടുള്ളൂ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? ബാക്കിയുള്ളത് അവരെല്ലാവരും അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളും. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന മതങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും നമ്മൾ പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിനെ സഹായിക്കാൻ പെടുന്ന മാർഗദർശികൾ മാത്രമായി മതങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. കാരണം എന്തിന് സൂക്ഷ്മമറിഞ്ഞവന് എന്ന് പറയുന്നത്, എന്തിന് എന്നറിഞ്ഞവന് പിന്നെ മതം ആവശ്യമില്ല. മതം ആവശ്യമില്ല മീൻസ് മതം പ്രമാണമല്ല എന്നാ പറയുന്നത്. ഇത് മതം പ്രമാണമായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. മതം മാത്രമാണ് എന്നുള്ള രൂപത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. മതത്തിന് അവൻ പ്രമാണമാണ്. എന്താ പ്രമാണം? പ്രമാണം എന്ന് പറഞ്ഞാൽ വിശ്വാസം, ശാസ്ത്രം എന്നൊക്കെയാണ്. അതായത് ഒരു മതത്തിനെ കുറിച്ചുള്ള ആദ്യ ഭാഗം ഒരു മനുഷ്യനിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് നൽകപ്പെടുമ്പോൾ അവൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാനുള്ള ത്വരയുണ്ടാകും. ആ അന്വേഷണത്തിന് അവനെ സഹായിക്കുന്ന മാർഗദർശികൾ മാത്രമാണ് മതങ്ങൾ. എന്താണ്, എന്തിനാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പിന്നീട് മതം പ്രമാണമല്ല, പകരം മതത്തിന് അവൻ പ്രമാണമാണ്. ഉദാഹരണമായി അവിടെ നിരത്തുന്നത് ബുദ്ധനെ കുറിച്ചാണ്. ബുദ്ധൻ, ഗൗതമ ബുദ്ധൻ, സിദ്ധാർത്ഥൻ, അല്ലേ? അദ്ദേഹം ആദ്യമായി ബുദ്ധമതം മുഴുവൻ പഠിച്ചിട്ടാണോ ബുദ്ധമതം സ്വീകരിച്ചേ? അല്ല. അദ്ദേഹം അതിനെക്കുറിച്ച് നിർവാണ മാർഗം എന്നാ പറയുന്നത്. നിർവാണ മാർഗം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലേ, ബുദ്ധവിശ്വാസ പ്രകാരം മരണം എന്നൊക്കെയാണ് അർത്ഥം. അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന അർത്ഥമൊക്കെ നമ്മൾ കാണാം നിർവാണത്തിന്. അപ്പോ ആ നിർവാണത്തിന് മാർഗം എങ്ങനെയെന്ന് ആരാഞ്ഞ് പിന്നീട് അദ്ദേഹം അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരു ബുദ്ധ മതമായിട്ട് അത് രൂപം കൊള്ളുന്നത്. അല്ലാതെ ആദ്യം തന്നെ ഇവയെല്ലാം പഠിച്ചിട്ടല്ല ബുദ്ധൻ എന്ത് ചെയ്തത്? ആ മാർഗം ഉപദേശിച്ചത്. അടുത്ത ഖണ്ഡിക നോക്കാം. ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച പോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ഷണ്ഡ അല്ലെങ്കിൽ യുദ്ധമെങ്കിൽ, തല്ലെങ്കിൽ, വഴക്കെന്നിൽ ഏതെങ്കിലും ഒന്ന് തോൽക്കുമ്പോൾ അത് അവസാനിക്കും. അതത്രേ ഉള്ളൂ അല്ലേ? വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതോടുകൂടി തീർന്നു. പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ എന്നാൽ മതത്തിന്റെ പേരിലുള്ള വഴക്കുകൾ ഒടുങ്ങാത്തത് കൊണ്ട് ഒന്നിന് മറ്റൊന്നിനെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ ഒരിക്കലും മറ്റൊന്നിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നർത്ഥം. അത് അവസാനിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ വഴിയുള്ളൂ. എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ബോധം എല്ലാവരിലും എത്തണം. എല്ലാവർക്കും സമബുദ്ധിയോടുകൂടി ഈ ഒരു കാര്യം പഠിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോരോ മതങ്ങൾക്കും സാരമായ വ്യത്യാസം ഇല്ലെന്ന് അവർക്ക് മനസ്സിലാകും. എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളും ഒന്നാണ്. എല്ലാ മതത്തിന്റെ ഉദ്ദേശവും എല്ലാ ദൈവങ്ങളുടെ ഉദ്ദേശം ഒന്നാണ് എന്ന് നമ്മൾ വെളിപ്പെടുത്തുന്ന ആ ഒരു മതത്തിനെയാണ് നമ്മൾ ഏകമതം എന്ന് വിളിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനും. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ
കവിതയെക്കുറിച്ചും ആ കവിതയിലെ വിശദീകരണവുമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. വരികൾ ഇപ്രകാരമാണ്: പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിലന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാരന്മാരലവത് കണ്ട കാണുന്നില്ല, ഒന്ന് സൂം ചെയ്യട്ടെ. പലവിധ യുക്തി പറഞ്ഞ് പാരന്മാരവലവത് കണ്ടലയാതമർന്നിടേണം. അത് പല മതസാരവും ഏകമെന്ന പാരാതുലകിലൊരാനയിൽ അന്തരെന്ന പോലെ. ഇതാ മറ്റേ ആനയെ കുറിച്ചുള്ള ഒരു കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ ഉദ്ദേശിക്കുന്ന ഇപ്രകാരമാണ്. അതായത് അന്ധരായ കുറച്ചു പേർ, എത്രയാണ്, 4 പേരാ തോന്നുന്നു, ഒരു ആനയെ കാണാൻ പോയി. അന്ധരാണ് കേട്ടോ. അന്ധർക്ക് എങ്ങനെയാ കാണാൻ കഴിയൂ? കാണാൻ കഴിയോ? ഇല്ല. അവർക്ക് കഴിയും. തൊട്ടു നോക്കി മനസ്സിലാക്കാൻ കഴിയും, കാണാൻ കഴിയും അല്ലേ? അങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ 4 പേരെത്തി ആനയെ തൊട്ട് അറിഞ്ഞ് കാണുകയാണ്. ആദ്യത്തെ ആൾ ആനയുടെ വാലിലാണ് പിടിച്ചത്. അദ്ദേഹം മനസ്സിലാക്കി ആന ചൂല് പോലെയാണ് ഇരിക്കുന്നത്. മറ്റൊരാൾ അതിന്റെ കാലിലാണ് തൊട്ടത്. ആന ഇരിക്കുന്നത് ആനയെ കാണാൻ ഒരു തൂണു പോലെയാണ് എന്നാണ് പറഞ്ഞത്. ഒരാൾ ചെവി പിടിച്ചപ്പോൾ മുറം പോലെ എന്ന് പറഞ്ഞു. മറ്റൊരാൾ തുമ്പിക്കൈ പിടിച്ചു. ഇങ്ങനെ 3-4 അന്ധരായ ആളുകൾ ആനയെ കണ്ടപ്പോൾ ആനയുടെ രൂപം മനസ്സിലാക്കിയത് എങ്ങനെയാ? തെറ്റായിട്ടല്ലേ? ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മതം, അല്ലെങ്കിൽ ഈ പറയുന്ന ആനയാണ് നമ്മുടെ മതം എന്ന് വിചാരിക്കുക. പല ആളുകൾ ചേരുന്ന അന്ധരാണ് നമ്മൾ. നമ്മളാ ഈ പറയുന്ന ആനയെ തൊട്ടിട്ട് നമുക്ക് തോന്നുകയാണ് ഇതാണത്, 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 അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. എല്ലാവരും തൊടുന്നത് ഒരേ സാധനമാണ്, ഒരേ ഒരു ആനയാണ് തൊടുന്നത്. പല മതസാരവും ഏകം, എല്ലാം ഒന്ന് തന്നെയാണെന്ന് നമ്മള് ആനയെ കണ്ട അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാരാരാ? പാമരൻ പണ്ഡിതന്റെ ഓപ്പോസിറ്റാ, അറിവില്ലാത്തവർ എന്നർത്ഥം, ബുദ്ധിശൂന്യർ അല്ലേ? എല്ലാ മതത്തിന്റെയും സാരം ഒന്ന് തന്നെയാണ് എന്ന് അറിയാതെ ഇങ്ങനെ പലവിധ യുക്തി പറഞ്ഞ്, പല വിധത്തിൽ യുക്തി പറഞ്ഞ് നടക്കുന്ന പാമരന്മാരുണ്ട്. അവരെ കണ്ടലയാതമർന്നിടേണം. അവരൊരിക്കലും എന്ത് ചെയ്യരുത്? അനുസരിക്കരുത്, അനുകരിക്കരുത് എന്ന ശ്ലോകത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭാഗം ആരംഭിക്കുന്നത്. ഇനി അവസാന ശ്ലോകം നോക്കുക. ഇനി അവസാന ശ്ലോകത്തിലേക്ക് നോക്കിയിട്ടെങ്കിൽ വേറൊന്ന് കാണും. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിലമ്മത മേഘമെന്നു ചിന്തിച്ചക അകതാരമർന്നിടേണം. അഖില എന്ന് പറഞ്ഞാൽ എന്താ? ലോകം അല്ലെ? ലോകത്തുള്ള എല്ലാവരും, അഖില, സകല ആൾക്കാരും. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നിക്കുകയാണ്. ശരിയല്ലേ? എല്ലാവരുടെയും ഉദ്ദേശം എന്താ? തനിക്ക് സുഖം, തനിക്ക് നല്ലത് വേണം. എല്ലാവരും അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു. എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്.
ജഗത്, എന്ത് ജഗത്ത്? നമ്മള് ലോകം അല്ലെ. ജഗത്തില് അമ്മതമേകമെന്ന്, ജഗത്തില് ആ മതം ഏകമെന്ന്, ഒന്നാണെന്ന് ചിന്തിച്ച്, ചിന്തിച്ചെന്ത് ചെയ്യണം? അവസാന വരിയിൽ അല്ലേ, മണയാൽ അകതാർ അകതാർ, അകതാർ എന്ന് പറഞ്ഞാൽ എന്താ? അകതാർ മനസ്സ്, മനസ്സ്. അകതാർ അമർന്നിടേണം എന്നാണ്. അകതാർ അമർന്നിടേണം. അതായത് ലോകത്ത് എല്ലാം ഒരു മതമാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ചിന്തിച്ച് നമ്മള് മനസ്സിൽ എന്ത് ചെയ്യണം? ജീവിക്കണം. എങ്ങനെ? പാപം കലരാതെ ജീവിക്കണം. അതാണ് ജഗത്തിലമ്മക ജഗത്തിലമ്മ മതമേകമെന്ന് ചിന്തിച്ചക മണയാതകതാർ അമർന്നിടേണം എന്നാ പറഞ്ഞ്. ജഗത്തില്, ഭൂമിയില് ആ മതം ഏകമെന്ന്, മേഘം എന്നുള്ളത് ഏകമെന്ന് ചിന്തിച്ച് എന്ത് ചെയ്യണം? അകതാർ മനസ്സിൽ എന്ത് ചെയ്യണം? പാപം കലരാതെ അമർന്നിടേണം, ജീവിക്കണം. ഒന്നാമത്തെ ഇങ്ങനെയായിരുന്നു, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിരുന്നു. എല്ലാവരും മനസ്സില് നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മള് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് ആത്മസുഖത്തിന് വേണ്ടി ജീവിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലോകത്ത് ഒരു മതം മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി നമ്മളുടെ മനസ്സിൽ ഒരു പാപവും കലരാതെ ജീവിക്കാൻ നമ്മൾ ശീലിക്കണം എന്നുള്ളതാണ് ഈ വരികളിൽ അവസാന ശ്ലോകത്തിൽ പറയുന്നത്. നോക്കൂ അവസാന ഖണ്ഡികയിലേക്ക്. വിശാലമായ ഒരു ഏകമത വീക്ഷണമാണ് ഇവിടെ നമുക്ക് മുൻപിൽ വരുന്നത്. മർത്യമാനസങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ച് ജീവിതത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുന്ന മതാന്ധത തീണ്ടാതിരിക്കാനുള്ള സംരക്ഷണം. അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ട മഹത്തായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്. ഇക്കാര്യങ്ങൾ ജനങ്ങളെ കൂടുതലായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഒരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന ആശയം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിക്കുന്നത് പോലും ഈ ഒരു കാലഘട്ടത്താണെന്ന് ഓർക്കുന്നു. അങ്ങനെ ആ ആശയം നടപ്പിലാക്കുന്നതിന് പക്ഷേ പിന്നെയും 2 വർഷങ്ങൾ കടക്കേണ്ടി വന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഞാൻ പറയുന്ന ഒരു കാര്യവും ഞാൻ വാദിച്ച് എനിക്ക് ജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല. അത് നിങ്ങൾ അറിയാനും അത് നിങ്ങളെ അറിയിക്കാനുമാണ് എന്നുള്ള മുദ്രാവാക്യം ആ ഒരു സമ്മേളനത്തിൽ ഒരു ആദർശമായി അംഗീകരിച്ചതിൽ നിന്ന് തന്നെ അത് വിളിച്ചു കൂട്ടുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ചേതോ വികാരം എന്തെന്ന് ഊഹിക്കാവുന്നല്ലോ. സ്വാമിയുടെ ആ ചേതോ വികാരം അല്ലെ, അദ്ദേഹത്തിന്റെ ഛേദം മീൻസ് മനസ്സിലുണ്ടായ വികാരം എന്തായിരിക്കും ആ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാനുള്ളതും അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് പറയാൻ തന്നെ മനസ്സിലാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ മതവും ഒന്നാണ്. ഞാൻ ഒരു മതത്തിലും ഉൾപ്പെടുന്ന ഈ പറഞ്ഞ ഒരു മതത്തെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഇതിൽ ഒരുപാട് പറയുന്നുണ്ട്, ഞാൻ ഒരു മതത്തെയും പിന്തുണയ്ക്കുന്നവനല്ല എന്നുള്ളത്. ക്ഷമിക്കണം, ഒരു കോൾ വന്നതാണ്. അപ്പോ ഞാൻ ഒരു മതത്തിനെയും സപ്പോർട്ട് ചെയ്തെന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു മതത്തെയും മാത്രം ഇതാക്കുന്നതല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വാദിച്ച് ജയിക്കാനുമല്ല, അറിയാനും മറ്റുള്ളവരെ അറിയിക്കാനുമാണ് എന്നുള്ള ആ സമ്മേളനം, സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പിന്നീടും 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം വരുന്നത്. അപ്പോ തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട്,
തുടക്കം മുതൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും എത്രയോ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു ജനതയെ നല്ല രീതിയിൽ കാര്യങ്ങൾ വളരെ ശക്തമായി അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറയുകയും പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ആ സന്ദേശങ്ങൾ തന്നെ ലഘുവായും അല്ലെങ്കിൽ ലളിതമായും ജനങ്ങളിലേക്ക് എത്തിക്കാനും ആ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ച ആ ഒരു ഭാഗമാണ് 1918 അതിന് ശേഷമുള്ള കാലം. അത്ര തന്നെയല്ലേ? അതെ, 1918 അതിന് ശേഷം അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവചരിത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം ശ്രീനാരായണ ഗുരുവിന്റെ മഹത് വചനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ കവിതയിലെ വരികൾ ചർച്ച ചെയ്തു. പൂർണ്ണമായി വായിച്ചു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തിഗതമായിട്ട് ചോദിക്കാനും ശ്രദ്ധിക്കുക. സോ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത മലയാളം ഓൺലൈൻ ക്ലാസ്സിൽ പുതിയൊരു അധ്യായവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.